പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി പിടിയിൽ. കണ്ണൂരിൽ നിന്നാണ് സവാദ് എൻ.ഐ.എ പിടിയിലായത്. 13 വർഷമായി ഒളിവിലായിരുന്നു സവാദ്. ഇയാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഉദ്യോഗസ്ഥരുടെ വിജയമാണിതെന്നും എന്നാൽ ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും കാണാമറയത്താണെന്നും ടി.ജെ. ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം. അവരെ സംബന്ധിച്ച് ഒരു ബാധ്യതയായിരുന്ന ഒരു കേസിലെ ഒരു മുഖ്യപ്രതി ഇപ്പോൾ ഇങ്ങനെ കസ്റ്റഡിയിലായത് ആശ്വസിക്കാവുന്ന സംഗതിയാണ്. ഒരു പൗരനെന്ന നിലയിൽ എനിക്കും ഈ പ്രതി കസ്റ്റഡിയിലായതിൽ പിന്നെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളെന്ന നിലയിൽ ഒരു കൗതുകമുണ്ട്. അതിൽ കൂടുതൽ വ്യക്തിപരമായിട്ട് ഈ കേസിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഈ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്ത ആളുകൾക്ക് ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവരുടെ ബാധ്യത ഏറ്റെടുത്ത് ഈ പ്രതിയെ പരമാവധി സംരക്ഷിച്ചു വരികയായിരുന്നിരിക്കണം. ഏതായാലും ഈ പ്രതിയെ സംരക്ഷിക്കാൻ മാത്രം പോകുന്ന ആളുകളാണ് ഇതിന്റെ പിന്നിൽ, എന്നെ ആക്രമിച്ച കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അത് അവരൊന്നും ഈ കേസിന്റെ പിന്നെ മുഖ്യധാരയിലൊന്നും വന്നിട്ടില്ല. അവരിപ്പോഴും കാണാമറയത്താണ്. ഇങ്ങനെ എന്നെ ആക്രമിക്കാനും വേണ്ടിയിട്ട് തീരുമാനം എടുത്തവരാണ് ഈ കേസിലെ ഒന്നാം പ്രതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മുഖ്യപ്രതി. പക്ഷേ നമ്മുടെ നിയമ സംവിധാനവും പിന്നെ ഒക്കെ അനുസരിച്ച് എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആള്, എന്നിൽ കൂടുതൽ മുറിവുണ്ടാക്കിയ ആളാണ് ഒന്നാം പ്രതി. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആയുധം മാത്രമാണ്. ശരിയായിട്ടുള്ള പ്രതികൾ ഇതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തവരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും കാണാമറയത്താണ്. ഇദ്ദേഹം അതിന്റെ ഒരു ഒരു പിണിയാൾ മാത്രമാണ്, അവരുടെ ആജ്ഞാനവർത്തി മാത്രമാണ്, ഒരു ആയുധം മാത്രമാണ്. അദ്ദേഹത്തെ ജയിലിലടച്ചുകൊണ്ട് അല്ല ഇതുപോലുള്ള സംഭവങ്ങളെ നമുക്ക് ആവർത്തിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള